ഹായ്. എൻട്രൻസ് പ്രിപ്പറേഷൻ പലപ്പോഴും ആവറേജ് സ്റ്റുഡൻസിന് വല്ലാത്ത ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ പഠിക്കാൻ സമയമില്ല എന്നുള്ള കാരണമായിരുന്നു. അപ്പൊ ആ കാരണങ്ങളൊക്കെ ആ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ടാണ് നീറ്റിന് സൈലം ആദ്യം ഹൈബ്രിഡ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് കാരണം ഒരുപാട് ആവറേജ് സ്റ്റുഡൻസുകൾ നമുക്ക് നീറ്റ് കിട്ടിയിട്ട് പോയിട്ടുണ്ട്. അപ്പൊ അതിനുശേഷം ഈ വർഷം നമ്മുടെ ജെയിലെ ബ്രാൻഡ് ന്യൂ മെറ്റീരിയൽ ഉപയോഗിച്ച്, ബ്രാൻഡ് ന്യൂ സിസ്റ്റം ഉപയോഗിച്ച്, ബ്രാൻഡ് ന്യൂ DPP ഉപയോഗിച്ച് നമ്മൾ പുതിയൊരു രീതിയിൽ ഇവിടെ ജെയ് പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ജെയ് പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്ന സൈലത്തിലെ പ്രധാനപ്പെട്ട ഒരു ക്യാമ്പസ് ആണ് കാലിക്കറ്റ് ഹൈബ്രിഡ് ക്യാമ്പസ്. ഈ കാലിക്കറ്റ് ഹൈബ്രിഡ് ക്യാമ്പസിലെ കുറച്ച് കുട്ടികൾ ഇന്ന് എൻ്റെ കൂടെയുണ്ട്. ഞങ്ങൾ വെസ്റ്റ് ഹില്ലാണ് ഇരിക്കുന്നത്, അല്ലേ മക്കളെ? യെസ്, ഓക്കെ. അവർ ഏകദേശം 6-7 മാസമായി ഹൈബ്രിഡ് സിസ്റ്റത്തിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും മുഖം കണ്ടിട്ട് പോസിറ്റീവായിട്ട് വളരെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും സന്തോഷത്തിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്, അറിയില്ല, നമുക്ക് നോക്കാം. റെഡിയല്ലേ? അപ്പൊ അവരുടെ ഈ 5-6 മാസത്തെ എന്താ പറയാ ഹൈബ്രിഡ് സിസ്റ്റത്തിലൂടെ കടന്നു പോയിട്ടുണ്ടായ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത്. ഓക്കെ, സോ മക്കളെ തുടങ്ങാം അല്ലെ? ഹാപ്പി അല്ലേ എല്ലാവരും? ഹാപ്പി അല്ലേ? യെസ്. മക്കളെ ഇപ്പോൾ ചിലപ്പോൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് എന്താ പറയാ, ചില ആൾക്കാർക്ക് എന്താണ് ഹൈബ്രിഡ് സിസ്റ്റം എന്ന് അറിയാത്ത ആൾക്കാരുണ്ടാവും, അല്ലെ? അപ്പൊ അതെ, ഹൈബ്രിഡ് സിസ്റ്റം എന്താണെന്ന് പറഞ്ഞു കൊടുക്കാം. ഞാൻ പറയണോ അല്ല നിങ്ങൾ പറയുന്നോ? നിങ്ങൾ പറയൂ. ആര് പറയും? ഈ പറയും. പറയാൻ എന്താ ഹൈബ്രിഡ് സിസ്റ്റം എന്ന് പറഞ്ഞോട്ടെ. ഹൈബ്രിഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ദിവസം ഓൺലൈൻ ആയിരിക്കും, ഒരു ദിവസം ഓഫ്ലൈൻ ക്ലാസ് ആയിരിക്കും. അപ്പോൾ ഓൺലൈൻ ക്ലാസ്സിൽ നമ്മൾ ഓഫ്ലൈൻ ക്ലാസ്സിൽ എന്താ പഠിപ്പിക്കുക വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബേസ്ഡ് ക്ലാസ് ആയിരിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ്ലൈൻ ക്ലാസ്സിൽ നമ്മൾ റിവൈസ് ചെയ്യാണ്. എന്താ ഓൺലൈൻ ക്ലാസ്സിൽ നമുക്ക് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ അടുത്ത ദിവസം വന്ന് അപ്പൊ ഏറ്റവും ചുരുക്കിയിട്ട് പറഞ്ഞു കഴിഞ്ഞാല്, അതായത് നമുക്ക് ഒരു ടോപ്പിക്ക് 2 തവണ പഠിക്കുന്നു. ഒരു ദിവസം നമ്മൾ ഹോസ്റ്റലിൽ ഇരുന്നുകൊണ്ട് ഓൺലൈനിൽ ടാബില് വീഡിയോ കണ്ട് റെക്കോർഡ് ക്ലാസ് കാണുന്നു, അല്ലെ? അതേ ടോപ്പിക്ക് നമ്മൾ പിറ്റേന്ന് എന്താക്കുന്നു, ഇവിടുന്ന് ക്വസ്റ്റ്യൻ ചെയ്യുന്നു. ശരിയല്ലേ? അതാണ് ഹൈബ്രിഡ് സിസ്റ്റം. റെഡി? ഇനി അടുത്തത് നമുക്ക് എന്താക്കാം. അപ്പൊ ഇതിപ്പോ നമ്മള് ഹൈബ്രിഡ് സിസ്റ്റം എന്താ നോക്കി പറഞ്ഞു കൊടുത്താ നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസ് എന്താക്കണം, ഷെയർ ചെയ്യണം. അല്ല, എന്നിട്ട് നിങ്ങൾക്ക് ഈ സിസ്റ്റം ഇഷ്ടായോ? അടിപൊളിയാണ്. എന്തുകൊണ്ടാണ് ഇത് അടിപൊളി എന്ന് പറയാൻ കാരണം? കുറെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. പ്രീവിയസ് ഇയർ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമുക്ക് കുറെ അത് റിവൈസ് ചെയ്യാം. നമുക്ക് ആ ടോപ്പിക്ക് നല്ലതുപോലെ മനസ്സിലാവും. പിറ്റേന്ന് ക്ലാസ്സിൽ വരുമ്പോൾ ടീച്ചേഴ്സിന് മുമ്പേ നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് തീർക്കാൻ പറ്റും. ടീച്ചേഴ്സിന് ഓവർടേക്ക് ചെയ്യാൻ പറ്റും. അതെ, ടീച്ചേഴ്സിന് മുമ്പേ കുറച്ച് ക്വസ്റ്റ്യൻസ് എങ്കിലും നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റും. അതേപോലെ ഡെയിലി ടെസ്റ്റ് ഉണ്ട്. ഡെയിലി ടെസ്റ്റിന് നമ്മൾ എക്സാം എഴുതുമ്പോൾ നമുക്ക് എന്തോ കോൺഫിഡൻസ് പോലെയാണ്, നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും. കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്നും പറ്റിയില്ലെങ്കിലും അതിലെ പകുതി ക്വസ്റ്റ്യൻസും നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നമുക്ക് കോൺഫിഡൻസ് അല്ലേ? എന്താണ്, നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് എവിടെയും എത്താം, അങ്ങനത്തെ ഒരു തോന്നല് വരും, കോൺഫിഡൻസ് ഉണ്ടാവും അവിടെ. പിന്നെ എന്താണ്, നല്ലതാണ് ഈ ഡെയിലി ടെസ്റ്റും GIBക്കൊക്കെ നമുക്ക് റാങ്ക് കിട്ടുമ്പോൾ നമ്മൾ വിചാരിക്കും കുറച്ചും കൂടി ബെറ്റർ ആവണം. അതുകൊണ്ട് നമ്മൾ എല്ലാരും കൂടി എന്താണ് മത്സരിക്കാണ്. ഭയങ്കര കോമ്പറ്റീഷനാ ഇവിടെ, ഫുൾ കോമ്പറ്റീഷൻ. ആദ്യം വീഡിയോ കാണുമ്പോൾ വീഡിയോയിലെ സാറിനോട് മത്സരിക്കും, അല്ലേ? അത് കഴിഞ്ഞിട്ട് ക്ലാസ്സിലെത്തുമ്പോൾ ക്ലാസ്സിലെ സാറോട് മത്സരിക്കും, അല്ലെ? GIBക്ക് കൂട്ടുകാരോട് മത്സരിക്കും, അല്ലെ? മൊത്തത്തിൽ ഒരു കോമ്പറ്റേറ്റീവ് മൈൻഡ് ആണ്. ശരിയല്ലേ? ഒരു റേസ് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെ? ആ റേസ് നമ്മൾ വിജയിക്കും, അല്ലെ? അപ്പൊ അനന്തു അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, നമ്മുടെ സിയോന്റെ പേരും കൂടിയാണ്. പറയാനതോ മെയിനായിട്ട് പറയാനുള്ളത് ഹൈബ്രിഡ് സിസ്റ്റം അടിപൊളിയാണ്. അതിപ്പം ഓഫ്ലൈൻ ക്ലാസ്സും മൊത്തത്തിൽ ഓഫ്ലൈൻ ക്ലാസ് ആണെങ്കിൽ നമുക്ക് ഓഫ്ലൈൻ ക്ലാസ് അപ്പൊ തന്നെ ഒരു മടുപ്പുണ്ടാവും, കണ്ടിന്യൂ. അതേപോലെ തന്നെ ഓൺലൈൻ ക്ലാസ്സിന്റെ കാര്യം, എപ്പോഴും ഓൺലൈൻ ആയതുകൊണ്ട് അവർക്കൊരു മടുപ്പുണ്ടാവും. നമുക്കിതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇതായതുകൊണ്ട് ഓഫ്ലൈൻ ക്ലാസിന്റെയും ഓൺലൈൻ ക്ലാസിന്റെയും പോസിറ്റീവ് വശങ്ങൾ നമ്മൾ ക്ലബ് ചെയ്ത് പുതിയൊരു സിസ്റ്റം ഉണ്ടാക്കും. അതെ, നമുക്കിതൊരു മടുപ്പ് തോന്നില്ല ഇപ്പം. അല്ലെങ്കിൽ ഇപ്പം എന്താ ഓൺലൈൻ ക്ലാസ്സുകാരൊക്കെ മെയിനായിട്ട് പറയാറുണ്ട് മടുപ്പാണ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നുണ്ട്. ഇപ്പം നമുക്കതൊരു മടുപ്പായിട്ട് ഇതായിട്ട് തോന്നിയിട്ടില്ല. ഇപ്പം ഒരു ദിവസം ഓൺലൈനിലിരുന്ന് ആ ക്ലാസ് കേൾക്കണോ, പിറ്റേ ദിവസം സെയിം ടോപ്പിക്സ് തന്നെ ഒന്ന് സാറന്മാർ എടുക്കണോ. പിന്നെ സാറന്മാരെ പറ്റി പറയുകയാണെങ്കിൽ അടിപൊളിയാണ്. മിക്ക സാറന്മാരും IIT NITs ആണ്. നോക്കിപ്പം എന്താ അങ്ങനെ തീരെ ഇങ്ങനെ എല്ലാം കയ്യിൽ നിന്ന് പോയിരിക്കുമ്പോൾ ചിലപ്പോൾ സാറന്മാരുടെയൊക്കെ മോട്ടിവേഷൻ ഉണ്ടാവും. IIT NIT ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അടിപൊളിയാണ്. എല്ലാ സാറന്മാരാണെങ്കിലും എല്ലാം ഫാക്കൽറ്റീസും ഒക്കെ, അതായത് നമ്മളെ എന്താ പറയാ, ഏത് നിമിഷവും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട്. അതെ, സാറന്മാര് ഫുൾ സപ്പോർട്ടാണ്. ഞങ്ങൾക്ക് മിക്ക സമയത്തും ഡൗൺ ആയിട്ട് സാറന്മാരുടെ അടുത്ത് വിട്ട് എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. അടിപൊളിയാണ് സാറന്മാരൊക്കെ, അടിപൊളിയാണ്. തെറ്റാണ്. അപ്പൊ നമുക്ക് ഒരു ദിവസം ഓൺലൈൻ ആണ്, ഒരു ദിവസം ഓഫ്ലൈൻ ആണ് പറഞ്ഞു, ശരിയല്ലേ? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അപ്പൊ നമുക്ക് ഒരു ദിവസം ഓൺലൈൻ എന്ന് പറയുമ്പോൾ റെക്കോർഡ് ക്ലാസ് ആണ്, അല്ലെ? ലൈവ് ആയിട്ടുള്ള ക്ലാസ് അല്ല, റെക്കോർഡ് ക്ലാസ് ആണ്, അല്ലെ? സാറ് പറയുന്നത് നമ്മൾ എന്താക്കുന്നു, കേൾക്കുന്നു, ശരിയല്ലേ? കേൾക്കുന്നു.
അപ്പൊ അങ്ങനെ കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതൊരു ബോറടി ആയിട്ട് ഫീൽ ചെയ്യാറുണ്ടോ? ആരൊക്കെ പറയാനുള്ള സാറൊക്കെ പറയാനുണ്ടോ? ഓക്കെ, പറയോ. അതൊരിക്കലും ഒരു ബോറടി ആയിട്ട് ഫീൽ ചെയ്തില്ല. നമുക്ക് ഓൺലൈൻ ക്ലാസ് എപ്പോഴും നമ്മളൊന്നുകൂടെ നമുക്ക് ടൈം എടുത്തിരുന്ന് പഠിക്കാനുള്ളതാണ്. ആ ഒരു ദിവസം ഫുള്ള് ഒരുപാട് ടൈം എടുത്തു കഴിഞ്ഞാൽ അത് പതി ക്ലാസ്സിൽ നിന്ന് പോകും. അതുകൊണ്ട് ഒരുപാട് ടൈം എടുക്കാതെ നമുക്ക് മനസ്സിലാവുന്ന രീതി അത് കുറച്ച് നാൾ കഴിയുമ്പം എല്ലാം കാണാൻ പറ്റുന്ന രീതിയിൽ അങ്ങ് ആയിക്കോളും. കുഴപ്പമില്ലാതെ ക്ലാസ്സുകളെല്ലാം പോകും. ഓൺലൈൻ ക്ലാസ്സുകൾ എപ്പോഴും നല്ലതാ, ഒരിക്കലും അത് ബോറാവത്തില്ല. സാറന്മാരെല്ലാം ആ രീതിയിലെ ക്ലാസ് എടുക്കുന്നത് ബോറാവലില്ല. ബോറാവാത്ത രീതിയിലാണ്, എൻഗേജ്ഡ് ആണ് ക്ലാസ് എടുക്കുന്നത്. ഇപ്പോൾ നമുക്ക് DPP ക്വസ്റ്റ്യൻസ് കാണും ഓൺലൈനിൽ ചെയ്യാനുള്ളത്, അല്ലാതെ നമുക്ക് ചെയ്ത് നോക്കാനായിട്ട് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് തരലുണ്ട് ചില വീഡിയോസിൽ. അതുകൊണ്ട് അതൊരിക്കലും ബോറാവത്തില്ല. അപ്പൊ നല്ല രസകരമായിട്ട് മുന്നോട്ടേക്ക് പോകുന്നുണ്ട് അല്ലേ? നമുക്ക് പനിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോ പിന്നെ ഞാൻ ചോദിക്കട്ടെ, പിന്നെ നമുക്കിപ്പം ഓൺലൈൻ ക്ലാസ്സിന്റെ കാര്യങ്ങൾ പറഞ്ഞു അല്ലെ? അപ്പൊ നമുക്ക് ഒരു ദിവസം എത്ര ടൈം നമുക്ക് പഠിക്കാൻ വേണ്ടിട്ട് കിട്ടും? അതായത് ക്ലാസ്സും ഓൺലൈൻ ക്ലാസ് എല്ലാം കഴിഞ്ഞിട്ട് എത്ര സമയം പഠിക്കാൻ വേണ്ടി കിട്ടും? ക്ലാസ് ഒരു 5 മണിക്കൂറൊക്കെ ഉണ്ടാവുള്ളൂ. ബാക്കി സമയം ഫുള്ള് നമുക്ക് അത് പഠിക്കാനും നോക്കാനൊക്കെ പറ്റും. പിന്നെ നമ്മൾ ഏതെങ്കിലും ദിവസം നമുക്ക് ഏതെങ്കിലും ക്ലാസ് മിസ്സായി കഴിഞ്ഞാൽ നമുക്കത് വീണ്ടും എടുത്ത് കാണാനും അതൊക്കെ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് ഭയങ്കര ഇതാണ്. DPP ആണെങ്കിലും നമുക്ക് എഴുതിയെടുത്ത് കുറെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതെടുത്ത് നോക്കി കഴിഞ്ഞാൽ നല്ല ഉഷാറായിട്ട് കിട്ടും അല്ലെ? നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ ഒരുപാട് ചെയ്യാനൊക്കെ ഭയങ്കര ഫുള്ള് PYQs ആയതുകൊണ്ട് നല്ല ഫുൾ PYQs ആണ്. മാത്സിന്റെ DPP ഫുള്ള് അതിലിങ്ങനെ എഴുതിയിട്ടുണ്ട് കീമിന്റെ ക്വസ്റ്റ്യൻസ്, പിന്നെ JEE മെയിൻസിന്റെ ക്വസ്റ്റ്യൻസ്, അഡ്വാൻസിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ പറഞ്ഞ് എടുത്ത് നമുക്ക് ഇങ്ങനെ നമുക്ക് മെയിൻസിന്റെ എഴുതാൻ പറ്റുന്നുണ്ട്, നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് കിട്ടുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ഇതാണ്, സ്വന്തമായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നുള്ള ഒരു കോൺഫിഡൻസ് ആണ്. നമ്മള് പക്ക ഓഫ്ലൈൻ ക്ലാസ് ആണെങ്കിൽ പിന്നെ നമുക്ക് ടൈം കിട്ടത്തില്ല വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ തിരിച്ചു ഇതായി കഴിഞ്ഞാൽ. അപ്പൊ പിന്നെ ഓൺലൈൻ ഉണ്ടാകുമ്പോ ഓഫ്ലൈൻ ആകുമ്പോ നമുക്ക് നല്ല റിലാക്സ് ചെയ്ത് പഠിക്കാൻ പറ്റും. അതെ അല്ലെ? അപ്പൊ അതാണ് അതിന്റെ ഹൈലൈറ്റ്. അതെ. നിവേദിത മാത്സിന്റെ DPP കാര്യം വേണ്ടി പറഞ്ഞു അല്ലെ? നിങ്ങൾ എല്ലാവരും ചിലപ്പം റിപ്പീറ്റ് ചെയ്യുന്നതിന് കാലഘട്ടത്തിന് മുമ്പ് പറഞ്ഞു കേട്ടിട്ടുണ്ടാവും, എന്ത് മാത്സ് പഠിക്കണ്ട, JEEക്ക് മാത്സ് പഠിക്കണ്ട, അല്ല ഫിസിക്സ് കെമിസ്ട്രി മാത്രം പഠിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടാവും. അപ്പൊ അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആൾക്കാർ എങ്ങനെ ഉണ്ടാക്കുന്നതാണ്, മാത്സ് പഠിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കുന്നതാണ്. ഓക്കെ, പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, മാത്സ് പഠിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കറിയാം അല്ലെ, +2 മാത്സും അതുപോലെ JEE മാത്സും എന്നാണ് വളരെ ഡിഫറെന്റ് ആയിട്ടാണ് അല്ലെ? നല്ല വ്യത്യാസമുണ്ട് അല്ലെ? ഒരു പുഴയും കടലും തമ്മിലുള്ള വ്യത്യാസമുണ്ട്, ശരിയല്ലേ? അപ്പൊ അത് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയായിരുന്നു ഈ സിസ്റ്റം? അതായത് DPP ആവാം, അല്ലെങ്കിൽ ഓഫ്ലൈൻ ക്ലാസ്, ഓൺലൈൻ ക്ലാസ്, അതെങ്ങനെയാണ് സഹായിച്ചത്? ആരാ പറയുന്നത്? പറ. ഇപ്പോൾ മാത്സ് DPPസിനെ പറ്റി പറയാനാണെങ്കിൽ, മാത്സ് DPPs പറഞ്ഞു കഴിഞ്ഞാൽ ടൈറ്റ്ലി പാക്ഡ്, ലൈക്ക് എന്താ പറയുക, ഫുൾ PYQs സ്റ്റാർട്ടിങ് ഫ്രം NCERT എക്സാംപ്ലർ, പിന്നെ കീം ക്വസ്റ്റ്യൻസ്, JEE ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്, എല്ലാം ഉണ്ട് അതിൽ. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അത്രയും ഒരു ഇത് കിട്ടും, എന്താ പറയുക, കോൺഫിഡൻസ് ഉണ്ട്. പിന്നെ പ്രോബ്ലംസ് നമ്മൾ ഫേസ് ചെയ്യണ എക്സ്പീരിയൻസ് ആയി. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ JEEക്ക് വരുന്ന സമയത്ത് എല്ലാവരും പറയുന്നൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞങ്ങൾക്ക് മുമ്പുള്ള റിപ്പീറ്റേഴ്സ് ഉണ്ട്, അവരിപ്പോൾ ഞങ്ങൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് കെമിസ്ട്രിയും ഫിസിക്സും നോക്കിയിട്ട് മാത്സ് അധികം ഒരു ഇത് കൊടുക്കേണ്ട, മീൻസ് ക്വസ്റ്റ്യൻസ് ഭൂരിഭാഗം ടഫ് ആവും, അതുകൊണ്ട് ടൈം വേസ്റ്റ് ചെയ്യണ്ട എന്നുള്ള രീതിക്കാണ് അവർ പറഞ്ഞത്. പക്ഷെ അതൊരു ബ്ലണ്ടർ ആണ്. അതെ, ശരിക്കും അതൊരു മിത്ത് പറയാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി കഴിഞ്ഞതിന് ശേഷം മാത്സ് ആണ് റാങ്ക് ഡിസൈഡിങ് ഫാക്ടർ എന്ന് പറഞ്ഞത്. അത് മാത്രം നമ്മൾ ടൈ ബ്രേക്കർ ഒക്കെ മാത്സിന്റെ ബേസ്ഡ് ആണ്. രണ്ടാൾക്ക് ഒരേ മാർക്ക് വന്നു കഴിഞ്ഞാൽ മാത്സിന്റെ മാർക്ക് ആർക്കാണ് കൂടുതൽ? എന്തായാലും ഡെഫിനറ്റ്ലി രണ്ടാൾക്ക് എന്തുണ്ടാവും, ഒരുപാട് പേർക്ക് ഒരേ മാർക്ക് ഉണ്ടാവും. അപ്പൊ മാത്സിന്റെ മാർക്കാണ് എന്ത് ചെയ്യുക, ഡിസൈഡ് ചെയ്യുക എന്നുള്ള കാര്യം കൊണ്ട് നമ്മൾ ഓർമ്മയാണ്. ഓക്കെ, അപ്പൊ അത് സഹായിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ സിസ്റ്റം സപ്പോർട്ട് ചെയ്തു എന്ന് തന്നെയാണ് പറയുന്നത് അല്ലെ? അപ്പോ പിന്നെ ഇനി പിന്നെ അതോടൊപ്പം തന്നെ ഇപ്പൊ എങ്ങനെയാ പ്രോബ്ലം ചെയ്യാനൊക്കെ സ്പീഡൊക്കെ കൂടിയോ? ഇപ്പൊ പ്രോബ്ലത്തിന്റെ സ്പീഡ് നല്ല കൂടിയിട്ടുണ്ട്. അതെങ്ങനെയായിരുന്നു? ആദ്യം കുറച്ച് കുഴപ്പമായിരുന്നു. +2 പഠിക്കുമ്പോൾ എന്തായിരുന്നു, സ്റ്റേറ്റ് ആണോ CBSE ആണോ? സ്റ്റേറ്റ് ആയിരുന്നു. ഞാൻ സൂപ്പർ കിങ്സിൽ ഉണ്ടായിരുന്നു. സൂപ്പർ കിങ്സ് ബാച്ച് ഉണ്ടായിരുന്നു. അവിടെയായിരുന്നു. അവിടുന്ന് ഞാൻ മാത്സ് മര്യാദയ്ക്ക് പഠിച്ചു തുടങ്ങിയത്. എങ്ങനെയാണ്? അല്ല മാത്സ് അല്ല, മൊത്തത്തിലാണ് ചോദിക്കുന്നത്. മൊത്തത്തില് കൺസെപ്റ്റ് ഒക്കെ മനസ്സിലാക്കി നന്നായി പഠിച്ചത് +2 സൂപ്പർ കിങ്സിലൂടെയാണ്. അത് അവിടുത്തെ ക്ലാസ് കണ്ട് നല്ല ഇഷ്ടപ്പെട്ടാണ് ഞാൻ സൈലത്തിൽ ജോയിൻ ചെയ്തത് അല്ലെ? അപ്പോ പിന്നെ അതുപോലെ തന്നെ ഫിസിക്സിലും കെമിസ്ട്രിയിലൊക്കെ ആണെങ്കിൽ ന്യൂമെറിക്കൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും പലർക്കും അല്ലെ തെറ്റിപ്പോവുക അല്ലെ? അപ്പോൾ ആ ന്യൂമെറിക്കൽ ക്വസ്റ്റ്യൻസിന് എങ്ങനെയാണ് അത് ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് നമ്മുടെ സിസ്റ്റം സഹായിക്കുന്നത്? സിസ്റ്റം വളരെ ബേസ് തൊട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്.
എല്ലാ ആർക്കാണോ ബേസ് ഇല്ലാത്ത അവരെ കോൺസെൻട്രേറ്റ് ചെയ്താണ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. യാതൊരു മാർക്ക് ഐറ്റിലാണ് എടുക്കുന്നത്. യെസ്, ഓക്കെ. റിസ്വാന് എങ്ങനെയാണ് പിന്നെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാൻ നമ്മുടെ സിസ്റ്റം സഹായിക്കുന്നത്? മോനിക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നത്? ഞാൻ ഇവിടെ വരുന്നത് വരെ പ്രോബ്ലംസ് ചെയ്യുന്നതിൽ വളരെ വീക്ക് ആയിരുന്നു. പിന്നെ ഇവിടെ വന്നപ്പോ കുറച്ച് ദിവസം ബേസ് തൊട്ട് പഠിപ്പിച്ചു. അപ്പോ അതിൽ തന്നെ നമ്മളൊരു തിങ്ക് ചെയ്യേണ്ട ഒരു രീതി പറഞ്ഞു തന്നു. അപ്പോൾ അതേപോലെ ചെയ്ത് പിന്നെ മാക്സിമം പ്രാക്ടീസ് ചെയ്തപ്പോ കംഫർട്ടബിൾ ആയി. ഇപ്പോ ഒരു കൺസെപ്റ്റ് തറവായി. പിന്നെ സ്പീഡായി ചെയ്തോണ്ട് പ്രാക്ടീസ് ചെയ്തോണ്ട് എല്ലാം നല്ല രീതിക്ക് പോകുന്നുണ്ട്. നല്ല രീതിയിൽ ഉഷാറായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് അല്ലേ? യെസ്. എങ്ങനെയുണ്ട് കൂട്ടാ ഹോസ്റ്റലൊക്കെ? ഹോസ്റ്റല് വളരെ നല്ല ഹോസ്റ്റലൊക്കെ തന്നെയാണ്. ആണല്ലേ? അല്ല, അത് മാത്രമല്ല ഇവിടുത്തെ സാറുമാരും വളരെ നല്ല ഡൗട്ട് ക്ലിയറൻസ് ആയാലും എന്ത് ഒരു വല്ല പ്രശ്നം ഉണ്ടെങ്കിലും സാറുമാര് നമ്മളെ എന്തിനു വേണമെങ്കിൽ സപ്പോർട്ട് ചെയ്യും. ഹോസ്റ്റലിലേക്ക് വരെ വന്ന് ഡൗട്ട് ക്ലിയർ ചെയ്ത് ഹോസ്റ്റലിലേക്കൊക്കെ സാറന്മാരെ ഡൗട്ട് ക്ലിയറൻസ് വേണം അല്ലേ? അതൊക്കെ യൂസ്ഫുൾ ആയിരുന്നോ? അതൊക്കെ യൂസ്ഫുൾ ആയിരുന്നു അല്ലേ? ഓൺലൈൻ ക്ലാസ്സിലൊക്കെ ഡൗട്ട് ഉണ്ട് വെച്ചാൽ നമുക്ക് സാർമാർ ഓൺലൈൻ ഡേ വരുന്നത്. അപ്പൊ നമുക്ക് അപ്പൊ ഡൗട്ട് അപ്പൊ തന്നെ പോയി ചോദിച്ച് ക്ലിയർ ചെയ്യാം. എല്ലാ ഫാക്കൽറ്റീസും വരും ഹോസ്റ്റലിലേക്ക്. അപ്പൊ അത് കുറച്ചും കൂടി നമുക്ക് അവിടെ ഡബിൾ അഡ്വാൻറ്റേജ് ആ അല്ലേ? കാരണം ഓൺലൈൻ ക്ലാസ് കാണുന്ന സമയത്ത് അപ്പുറം ഫാക്കൽറ്റി ഇരിക്കുന്നുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഓടി പോയിട്ട് എന്താക്കാം ചോദിക്കാം അല്ലേ? അപ്പൊ അങ്ങനെയുള്ള ഡബിൾ അഡ്വാൻറ്റേജ്. ഫ്രണ്ട്ലി ആണ്. നമുക്ക് എത്ര ബേസിക് ആയിട്ടുള്ള കാര്യം ചോദിച്ച പോലെ സാർമാര് ഭയങ്കര കൂൾ ആയിട്ട് അത് ഇതാക്കി ആൻസർ ഒക്കെ പറഞ്ഞുതരും. നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള സാർമാരാണ്. അതെ, കാരണം പണ്ടൊക്കെ എൻട്രൻസ് കോച്ചിങ് ഒരു സിനിമ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എൻട്രൻസ് കോച്ചിങ്ങിന്റെ അല്ലെ? വിനീത് ശ്രീനിവാസന്റെ ഓർമ്മയുണ്ടോ? നിങ്ങളുടെ ജനറേഷനിലല്ല അല്ല, അതിൽ വിനീത് ശ്രീനിവാസൻ ഉണ്ടോ? ഉണ്ടോ? ഓക്കെ ഓക്കെ. ഉണ്ട്. അത് സാറാണ് എന്നെ തെറ്റിച്ചേ. പോട്ടെ. പിന്നെ വിനീത് ശ്രീനിവാസൻ പഠിക്കാൻ വേണ്ടി പോകുന്ന ഒരു സിനിമ ഉണ്ടായിരുന്നു. പുസ്തകം മന്നനൊക്കെ അല്ലെ? അപ്പൊ അവിടെ നിന്നൊക്കെ വിഭിന്നമായിട്ട് നമ്മള് ഫ്രണ്ട്ലി ആയിട്ടാണ് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നുള്ള ഒരു ഇതാണ് നിവേദിത ഒക്കെ പറയാനുള്ളത്. ശരിയല്ലേ? അല്ലെ? നമുക്കിപ്പോ എൻട്രൻസ് പ്രോബ്ലം സോൾവിംഗ് ആണ് അല്ലെ? എന്ത് അവസ്ഥ? പ്രോബ്ലം സോൾവിംഗിലൊക്കെ അവസ്ഥ സ്പീഡായോ, സ്പീഡ് കൂടിയോ അല്ല സ്പീഡ് കുറഞ്ഞോ, ഉള്ളതും പോയോ? എന്താ അവസ്ഥ? സ്പീഡ് ആയിട്ടുണ്ടാ? മെയിനായിട്ട് എന്റെ കാര്യം പറയുകയാണെങ്കിൽ പ്രോബ്ലം സോൾവിംഗ് സ്കിൽ ഇവിടെ വന്ന ടൈമിൽ 0 ആയിരുന്നു. ലൈക്ക് പ്രോബ്ലം ഒന്നും കണ്ടപ്പോ പറയുന്ന കിളി പോയ അവസ്ഥയായിരുന്നു ഏത് പ്രോബ്ലം കണ്ടാലും. പിന്നെ ടൈം എടുത്തു, നല്ല ടൈം എടുത്തു ലെവലത്തെ. ഇപ്പം നല്ല രീതിയിൽ തന്നെ പ്രോബ്ലം കാണുമ്പോൾ എന്താണെന്നും മനസ്സിലാക്കാനും ഒക്കെ നല്ല രീതി ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഞാൻ എനിക്കെന്നെ മനസ്സിലാവും അല്ലെ? അത് കാണുമ്പോ മുഖം കാണുമ്പോൾ തന്നെ കോൺഫിഡൻസ് ഉണ്ടല്ലേ? എന്തായാലും ഇമ്പ്രൂവ് ആയിട്ടുണ്ട് അല്ലെ? കാരണം നമ്മളെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുമെന്നത്. അതെ അതെ, ഉറപ്പായിട്ടും നല്ലൊരു കോൺഫിഡൻസ് തന്നെ തരുന്നുണ്ട്. ഇമ്പ്രൂവ് ആയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് മിക്ക ഇതിലും. അല്ല, അത് എനിക്ക് തോന്നുന്നത് അത് നമ്മളെ ക്ലാസ്സുകൾ കൊണ്ടാണോ അല്ല നമ്മൾ കൂടുതൽ വർക്ക് ചെയ്തുകൊണ്ടാണോ? ഏതായിരിക്കും? രണ്ട് എഫക്റ്റ് ആണ് അല്ലേ? ഓക്കെ. അതായത് നമുക്ക് രണ്ട് രീതിയിലും എന്ത് ചെയ്യുന്നുണ്ട്, വർക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് അല്ലേ? റെഡി. അപ്പൊ നമുക്ക് ഇനിയൊരു കുട്ടി ഇപ്പൊ റിപ്പീറ്റ് ചെയ്യാതിരിക്കട്ടെ, അത്ര നമ്മൾ പറയാൻ വേണ്ടി പറ്റുള്ളൂ. കാരണം ഫസ്റ്റ് ചാൻസ് തന്നെ കിട്ടട്ടെ. ഫസ്റ്റ് ചാൻസ് കിട്ടാതിരിക്കുമ്പോഴാണല്ലോ നമ്മൾ റിപ്പീറ്റ് ചെയ്യാം അല്ലേ? ഡെഫിനറ്റ്ലി അല്ലേ? അപ്പൊ ഇനി റിപ്പീറ്റ് ചെയ്യാൻ വരുന്ന കുട്ടികൾക്ക് നിങ്ങളുടെ സജഷൻ എന്താണ്? അതായത് പ്യുവർ ഓഫ്ലൈൻ ആണോ അല്ല ഹൈബ്രിഡ് സിസ്റ്റം ആണോ നല്ലതെന്നാണ്? ഓക്കെ, ഹൈബ്രിഡ് സിസ്റ്റം ആണല്ലേ? എന്തുകൊണ്ട്? ആക്ച്വലി എനിക്ക് ഹൈബ്രിഡ് സിസ്റ്റം വളരെ ഇഷ്ടപ്പെട്ടു. കാരണം എന്റെ പ്രോബ്ലം സോൾവിംഗ് സ്കില്ല് വളരെ താഴ്ന്നിരിക്കുകയായിരുന്നു. പക്ഷെ ഓൺലൈൻ ദിവസം തന്നെ നമുക്ക് ഇപ്പൊ ക്ലാസ് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്ര സമയം നമുക്ക് പ്രോബ്ലം ചെയ്യാൻ വേണ്ടി സമയം കിട്ടും. അതിൽ നമ്മൾ സ്വന്തമായി വർക്ക്ഔട്ട് ചെയ്ത് നമുക്ക് വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവിടുന്ന് സാറുമാരോട് ചോദിച്ച് അങ്ങനെ പ്രോബ്ലം സോൾവിംഗ് സ്കില്ല് ഡെവലപ്പ് ചെയ്ത്. അപ്പൊ ഈ ഓൺലൈൻ ഡേയിൽ നമുക്ക് എത്ര സമയം വർക്ക് ചെയ്യാൻ സമയം കിട്ടും? ആക്ച്വലി എനിക്കൊരു 6-7 മണിക്കൂർ ഓൺലൈൻ വർക്ക് ചെയ്യാൻ വേണ്ടിട്ട് 6-7 മണിക്കൂർ കിട്ടുന്നുണ്ട് അല്ലേ? അത് മറ്റൊരു സിസ്റ്റത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, തരാൻ വേണ്ടി പറ്റില്ല. ഓഫ്ലൈൻ ആകുമ്പോൾ നമുക്ക് ആ അഡ്വാൻറ്റേജ് കിട്ടുന്നില്ല. ടൈം ഉണ്ടാവില്ല അല്ലെ? ടീച്ചേഴ്സ് പറയുന്നു, നമ്മൾ കേൾക്കുന്നു. സെൽഫ് സ്റ്റഡി നടക്കില്ല അല്ലെ? അപ്പൊ സെൽഫ് സ്റ്റഡിക്ക് ഏറ്റവും അടിപൊളി സിസ്റ്റം ആണ് ഹൈബ്രിഡ് സിസ്റ്റം അല്ലെ എന്ന് നിങ്ങൾ കോൺഫിഡന്റ് ആയിട്ട് പറയുന്നു അല്ലെ? അത് മാത്രമല്ലടാ, നമുക്ക് ഒരു ദിവസം ചിലപ്പോൾ ക്ലാസ്സിലെ തലവേദന വന്നു വരിക്കാം. എന്താ സംഭവിക്കുക? ക്ലാസ് പോയില്ലേ, ആ ടോപ്പിക്ക് പോയില്ലേ അല്ലേ? അങ്ങനെ ഒരു ഗുണം കൂടി ഉണ്ടല്ലേ? എനിക്ക് തോന്നിയ പോസിറ്റീവ് വശം ഞാൻ പറഞ്ഞു തന്നുള്ളൂ. റെഡി. അപ്പൊ ഇനി ഒരു കുട്ടി പറയുകയാണെങ്കിൽ എന്താ നമുക്ക് പറയാനുള്ളത്? ഹൈബ്രിഡ് സിസ്റ്റം തന്നെയാണ് അല്ലെ ബെസ്റ്റ് സിസ്റ്റം അല്ലെ എന്ന് പറയാം. കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കൂടുതൽ പോസിറ്റീവായി ചിന്തിക്കുന്ന കുട്ടികളാ
അല്ലേ? കാരണം എന്താ, നമ്മളിപ്പം കഴിഞ്ഞ അല്ലെ നമ്മുടെ സമൂഹത്തിൽ പെട്ടെന്നൊരു ചേഞ്ച് വന്നു കഴിഞ്ഞാൽ ആരും എന്താവില്ല, ആക്സെപ്റ്റ് ചെയ്യില്ല. വർഷങ്ങളായിട്ട് ഓഫ്ലൈൻ സിസ്റ്റത്തിലാണ് എന്താക്കുന്നത് പോകുന്നത് അല്ലെ? പല സൈഡിൽ നിന്നും കേട്ടു വന്നത് ജെഇ ഈസ് നോട്ട് എഫക്റ്റീവ് അല്ലെ, ഹൈബ്രിഡ് സിസ്റ്റം ഈസ് നോട്ട് എഫക്റ്റീവ് ഫോർ ജെഇ എന്ന് കേട്ടു അല്ലെ? അതൊക്കെ കേട്ടിട്ടും നിങ്ങൾ വന്ന ആൾക്കാരാണ്. അപ്പൊ നിങ്ങൾ വളരെ പോസിറ്റീവായി ചിന്തിക്കുന്ന ആൾക്കാരാണ്, ശരിയല്ലേ? അല്ലേ? അപ്പൊ വേറെ എന്തെങ്കിലും ഉണ്ടോ കാരണം നമുക്ക് ഇനി ഹൈബ്രിഡ് സിസ്റ്റത്തിലേക്ക് കുട്ടികളെ പിന്നെ അതാണ് നല്ലതെന്ന് പറയാൻ വേണ്ടി എന്തെങ്കിലും കാരണമുണ്ടോ? ഒരുപാട് എന്തുവാ ടൈം തന്നെ അതിനകത്ത് മെയിൻ ആയിട്ടുള്ള കാര്യം. നമുക്കിപ്പം കുറച്ച് നേരമുള്ള ക്ലാസ് കഴിഞ്ഞ് പിന്നെ നമ്മൾ വർക്ക് ചെയ്യുന്നതനുസരിച്ചിരിക്കും. ഇപ്പം നമുക്ക് ബേസ് ആയിട്ട് തുടങ്ങിയാൽ മതി എന്നുണ്ടെങ്കിൽ നമ്മൾ DPPയിലെ തന്നെ ക്വസ്റ്റ്യൻസ് പിന്നെയും ചെയ്ത് നോക്കുന്നു. പിന്നെ നമുക്ക് ദിശയുടെ ഒക്കെ ഇതുണ്ട്, ഒരു PYQ ചെയ്യൽ, അതൊക്കെയാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ളത്. അപ്പം അങ്ങനെ ഓരോ കാര്യങ്ങൾ അതൊക്കെയാണ് നമ്മൾ ഏറ്റവും ഹൈലൈറ്റ് വരുന്നത്. ടൈം നമുക്ക് കിട്ടുന്നുണ്ട് ഒരുപാട്, നമുക്ക് സെൽഫായിട്ട് ഇത് ചെയ്യാൻ വേണ്ടിയുള്ള ടൈം ഒരുപാട് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ പിറ്റേ ദിവസം സാറന്മാർ വന്ന് ഹെൽപ്പ് ചെയ്യുന്നതിന്റെ ഒരുപാട്. അപ്പൊ മോള് പറഞ്ഞ പോലെ, സാറ പറഞ്ഞ പോലെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാൻ അല്ലെ, എൻട്രൻസിന് പഠിക്കുവാൻ ഏറ്റവും നല്ല സിസ്റ്റം തന്നെയാണ് എന്താ, ഹൈബ്രിഡ് സിസ്റ്റം അല്ലെ? ഡെഫിനറ്റ്ലി അല്ലെ? ഒരുമിച്ച് നമ്മൾ പറയും അല്ലേ? അല്ലേ? യെസ്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ എൻട്രൻസിന് പഠിക്കുന്ന സമയത്ത് അതിൽ ഏകദേശം 70% നമ്മളെ ഹാർഡ് വർക്കാണ് എന്ത് ചെയ്യുക, എഫക്ട് ചെയ്യും അല്ലെ? കാരണം ടീച്ചേഴ്സ് വന്നിട്ട് എത്ര പ്രോബ്ലംസ് ക്ലാസ് ചെയ്ത് നമ്മൾ പഠിക്കോ? ഇല്ല. നമ്മൾ എപ്പോഴേ പഠിക്കുള്ളൂ, നമ്മൾ സോൾവ് ചെയ്യാൻ മാത്രമേ എന്താണുള്ളൂ അത് പഠിക്കുള്ളൂ അല്ലെ? അപ്പൊ നമുക്ക് സ്വയം ചെയ്യാൻ വേണ്ടി ഒരുപാട് സമയവും അവസരവും റിവൈസ് ചെയ്യാനൊക്കെ അവസരം തരുന്ന ഒരു സിസ്റ്റം ആണ് എന്താ, ഈ നമ്മുടെ സ്വന്തം ഹൈബ്രിഡ് സിസ്റ്റം. റെഡി അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം അല്ലെ, ദിസ് സിസ്റ്റം ഈസ് ബെസ്റ്റ് ഫോർ എൻട്രൻസ്. ഓക്കെ, നമുക്ക് ഇനിയുള്ള കുട്ടികൾക്ക് എല്ലാവരും ഓൾ ദി ബെസ്റ്റ് പറഞ്ഞാലോ? റെഡിയാണോ? റെഡി? 1 2 3 ഓക്കെ, ഓൾ ദി ബെസ്റ്റ് ഗൈസ്. ഇപ്പൊ ഈ വൈകിയ വേളയിലും ഈ വൈകുന്നേര സമയത്തും നമ്മുടെ കുട്ടികളുടെ മുഖത്തുണ്ടായ ഈ എനർജി തന്നെയാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ എന്താ സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയ വിജയം, ശരിയല്ലേ? സോ നമുക്ക് കാണാം വീണ്ടും. അതുവരേക്കും ബൈ ബൈ.